യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മൈക്രോ ഗ്രെയിൻസ് വളർത്താൻ പഠിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ഔദ്യോഗിക പരിശീലന പരിപാടി ആവശ്യമാണെന്ന് തോന്നിയത്? കാരണം എനിക്കവ എന്റെ അടുക്കളയിൽ മാത്രം വളർത്താൻ താല്പര്യമില്ലായിരുന്നു. എനിക്കിതൊരു യഥാർത്ഥ ബിസിനസ്സാക്കി മാറ്റാനായിരുന്നു. അതൊരു വ്യത്യസ്തമായ കാര്യമാണ്. അത് പൂർണ്ണമായി ശരിയാണോ? പരിശീലനം തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളെ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു എന്ന് പറയാമോ? ഓൺലൈനിൽ വിവരങ്ങൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും കൃത്യമായൊരു മാർഗരേഖയുണ്ടായിരുന്നില്ല. എത്രത്തോളം വളർത്തണം, ആർക്ക് വിൽക്കണം എന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഒരു ഹോബിയെ ലാഭകരമായ ഒന്നാക്കി മാറ്റുന്നതിനുള്ള ഘടന നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നു. കൃത്യമായി പറഞ്ഞാൽ ആ പരിശീലനം എനിക്കായി ആ കാര്യങ്ങളെല്ലാം കൂട്ടിയടക്കി. അത് വിത്തുകളെക്കുറിച്ച് മാത്രമായിരുന്നില്ല, അതൊരു തന്ത്രത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് വ്യത്യസ്ത നിരക്കുകളിലെ ധാരാളം കോഴ്സുകൾ ലഭ്യമാണ്. ഒന്ന് തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒരാൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അത് പഠിപ്പിക്കുന്നവരെത്ത് ശാസ്ത്രം മാത്രം പഠിച്ച ഒരാളിൽ നിന്നല്ല, യഥാർത്ഥത്തില് ബിസിനസ് കെട്ടിപ്പടുത്ത ഒരാളിൽ നിന്ന് പഠിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങൾ ആദ്യമായി യഥാർത്ഥ ലോകത്തെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ആ അനുഭവം വളരെ പ്രധാനമാണ്. തീർച്ചയായും നിങ്ങൾ നേരിടാൻ പോകുന്ന അതേ പ്രശ്നങ്ങളെ ഇതിനകം നേരിട്ട ഒരാളിൽ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നത്. മാസ്റ്റർ ക്ലാസ് പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ വ്യത്യസ്തമായി മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണ്? വളർത്തുന്നത് ബിസിനസിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഉപഭോക്താക്കള്, വില നിർണ്ണയം, പാക്കേജിംഗ്, മാർക്കറ്റിംഗ് എന്നിവയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളർത്തുന്നത് നിങ്ങൾക്ക് ഉൽപ്പന്നം നൽകുന്നു, പക്ഷെ അത് നിങ്ങൾക്ക് ഒരു കമ്പനിയെ നൽകണമെന്നില്ല എന്ന് ഞാൻ എപ്പോഴും അറിയാറുണ്ട്. ശരിയാണ്. ഉപഭോക്താക്കളാണ് നിങ്ങൾക്കൊരു ബിസിനസ് നൽകുന്നത്. എന്തെങ്കിലും നട്ടുപിടിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വിൽക്കാൻ കഴിയാന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പരിശീലനം കഴിഞ്ഞപ്പോ പിന്നെ എന്ത് സംഭവിച്ചു? ഇന്ന് ഒറ്റയ്ക്കായതുപോലെ തോന്നിയത്. അപ്പോഴാണ് മെന്റർഷിപ്പിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. ഞാൻ കാര്യങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് യഥാർത്ഥ സംശയങ്ങളുണ്ടായിരുന്നു. തെറ്റുകൾ ഒഴിവാക്കാൻ എനിക്ക് മാർഗനിർദ്ദേശം ആവശ്യമായിരുന്നു. അപ്പൊ ഇപ്പൊ ആരെങ്കിലും പ്രോഗ്രാമുകളിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവൾക്ക് നിങ്ങൾ നൽകുന്ന അവസാന ഉപദേശം എന്താണ്? ഫീസ് മാത്രം താരതമ്യം ചെയ്യരുത്. ആരാണ് പഠിപ്പിക്കുന്നത്, എന്താണ് ബിസിനസ് സിസ്റ്റം, പിന്നീട് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുമോ എന്ന് ചോദിക്കാം. അതാണ് ഞങ്ങളുടെ തക്കും. മൈക്രോ ഗ്രീൻസ് വളർത്താൻ മാത്രം പഠിക്കരുത്. വിത്ത് മുതൽ വിൽപ്പന വരെ ഒരു സുസ്ഥിരമായ ബിസിനസ് കെട്ടിപ്പടുക്കാൻ പഠിക്കൂ.